ഈ ചൂടുകാലത്തെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് എടുക്കുമ്പോഴേ അറിയാം എത്ര നന്നായി വന്നിട്ടുണ്ട് എന്ന്. നല്ല അടിപൊളിയാണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അവർ വീണ്ടും വീണ്ടും ചോദിക്കും. ഐസ്ക്രീം അല്ലാതെ തന്നെ ഇഷ്ടമാണല്ലേ കുട്ടികൾക്ക്. നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് പഞ്ചസാര വേണം. പൊടിച്ച പഞ്ചസാര കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വാനില എസൻസ് ആവശ്യമുണ്ട്. അതൊരു മൂടി അളവിന്, അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൻ്റെ മൂടി പറഞ്ഞ് ചെറുതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ 2 മൂടി ഒഴിച്ചു കൊടുത്താൽ ഒരു ടേബിൾ സ്പൂൺ ആവും. ആ ഒരു അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുക പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് നമുക്ക് കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കണം അത്രക്കും ബീറ്റ് ചെയ്തെടുക്കണ്ട. എന്നാലും ഒരു ആവറേജ് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര ഇതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ലെവലാക്കിയിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ സ്പീഡ് കുറച്ച് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ അതിൻ്റെ ഐസ് കട്ടൊക്കെ ഇങ്ങനെ ചെറുതായി ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇത് റെഡി. ഇതേപോലെ ഒന്ന് മെല്ലെ 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 ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മേഡും പാലൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലത്തെ ഒരു ലൂസ് പരുവാക്കിയിട്ട് നമുക്കെടുക്കാം. ഒരുപാട് ക്രീം പരുവാക്കണ്ട, ഇതേപോലെ ലൂസായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. അതായത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/4 കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് പാൽ വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ഫസ്റ്റ് കുറച്ച് അതിൻ്റെ അരയോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പാൽ കൂടി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മിൽക്ക് മേഡും പാലും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് യോജിച്ച് അടിപൊളിയായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം എടുത്തിട്ട് ചീകിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായി യോജിപ്പിക്കുക. അപ്പോൾ ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് സെറ്റായി വരുമ്പോൾ ഈ ചോക്ലേറ്റും ഇതൊക്കെ കൂടി നല്ല അടിപൊളിയായിരിക്കും. കാണാനും നല്ല മുഞ്ചാണ്, അതേപോലെ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരയോളം സെറ്റായി വരുമ്പോൾ മേലോട്ട് ഇട്ട് കൊടുത്താൽ അത് കുറച്ചുകൂടി ഭംഗിയാണ്, അതേപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിനി ഒരു ട്രേയിലേക്ക്
ഈ മിശ്രിതം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ദിവസം ഫ്രീസറിൽ നമുക്ക് വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വയ്ക്കാം. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഐസ്ക്രീം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു കുഴിയുള്ള കയ്യിലെടുത്ത് ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് ഇങ്ങനെ എടുത്താൽ ഇതേപോലെ അടിപൊളിയായി വരും കേട്ടോ ഐസ്ക്രീം. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കൊടുക്കുക പറഞ്ഞാൽ അടിപൊളിയല്ലേ അല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.